ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 1 ഏലക്ക ഇത്രയും അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം. തീ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പെരുംജീരകവും ഇതൊക്കെ ഒന്ന് പൊട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പെരുംജീരകം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നന്നായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ച സവോളയാണ്. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ എന്നാലും ഒരു നാടൻ ടേസ്റ്റ് വരുന്നതിന് വെളിച്ചെണ്ണയാണ് എപ്പോഴും ബെറ്റർ. ഇത് നന്നായിട്ട് വഴറ്റുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് വഴരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കണക്കിന് ഉപ്പാണ് ആഡ് ചെയ്തത്. നന്നായിട്ട് വഴറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടും ചെയ്യാം, പക്ഷെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. കാരണം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോഴാണ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടൊക്കെ കിട്ടും, പക്ഷെ കരിയാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വഴറ്റുന്നതാണ് നല്ലത്. ഇത് ഒരുവിധം നിറം മങ്ങി തുടങ്ങുമ്പോഴേക്ക് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയണത് ഇത് 2 പച്ചമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ 1 വെളുത്തുള്ളി, അത് ഫുള്ള് ഒന്ന് ചതച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി. ഇത് രണ്ടും വഴണ്ട് വരുന്ന ഉള്ളിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച കുരുമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ അതും ഈ തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഒരു 10 മിനിറ്റ് എന്തായാലും വഴറ്റണം. എന്നാൽ മാത്രമേ ഈ സവോള നന്നായിട്ട് വഴണ്ട് തക്കാളിയും നല്ലതായിട്ട് വെന്ത് വരുള്ളൂ. വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് കൂടാനായിട്ട് സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണേലും ആഡ് ചെയ്യാം. നന്നായിട്ട് വഴലട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വാടി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പരുവത്തിന് വഴറ്റിൽ നിർത്തരുത്. ഇനിയും നന്നായിട്ട് കുഴഞ്ഞ് ഉള്ളി നന്നായിട്ട് നമുക്ക് തക്കാളി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാവാത്ത വണ്ണം നന്നായിട്ട് മിക്സ് ആവുന്നവരെയും വഴറ്റണം. പിന്നെ മഷ്റൂം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്ന മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ മഷ്റൂമാണ്. അത് ശരിക്കും ബട്ടണായിട്ടിരിക്കുന്നത്. അത് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് 2 കട്ട് ചെയ്തിട്ടുള്ളൂ, ചിലത് 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വെച്ച ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ച മഷ്റൂമാണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം കളർ ചേഞ്ച് ഒന്നുമില്ല, വെള്ള കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അതിനുള്ളതാണ്, അല്ലാതെ കറുത്ത നിറത്തിലേക്ക് അത് മാറിയിട്ടില്ല. സോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ബട്ടൺ മഷ്റൂമിന് പകരം നമ്മൾ സാധാരണ മഷ്റൂം വേണേലും ഉപയോഗിക്കാം, പക്ഷേ ഇതാണിപ്പോൾ അധികവും സൂപ്പർ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ. സോ അതുകൊണ്ട് ഞാനിത് എടുത്തേ ഉള്ളൂ. വഴണ്ട് വരുന്നതേ ഉള്ളൂ. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മഷ്റൂം മഞ്ഞൾപ്പൊടിയിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഇനിയും വഴറ്റും. നമ്മുടെ വഴണ്ട പരുവമായിട്ടില്ല, കുറച്ചും കൂടെ വഴയണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യും.
അപ്പോൾ മല്ലിപ്പൊടി എപ്പോഴും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് വേണ്ടുന്ന അളവിൽ മല്ലി എടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മല്ലിപ്പൊടി വാങ്ങി വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയുണ്ട്, അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. സാമാന്യം മഴണ്ട് വന്നിരുന്നു. സോ ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അപ്പം ഇത് ഞാൻ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ്. ഏകദേശം 2 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി. നമ്മളെല്ലാ കറി ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് കറികൾക്കും ഇതുപോലെ മഷ്റൂം ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മസാലയായിട്ട് നമ്മൾ പനീർ മസാല അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ മീൻകറി തന്നെ ആണെങ്കിലും അതിൽ നമ്മൾ മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയുടെ ഇരട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കറിക്ക് ആ ഒരു കൊഴുപ്പ് കിട്ടും. ചിക്കൻ കറി വെക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ മുളക് പൊടി 1 ടീസ്പൂണാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അതിൻ്റെ ഡബിൾ ഇടുക, 2 ടീസ്പൂൺ ഇടുക. സോ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അങ്ങനെ ഞാൻ മല്ലിപ്പൊടി ഇട്ട ഇത് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയതാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി. അത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഏകദേശം നല്ല ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്ത് മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. സോ ഇനി ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ കണക്കിനാണ് ആഡ് ചെയ്തേക്കുന്നത്, മല്ലിപ്പൊടിയുടെ പകുതി. അപ്പോൾ എൻ്റെ മുളക് പൊടിക്ക് എരിവുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് മാറ്റാം. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. മല്ലിപ്പൊടിയുടെ പകുതി മുളക് പൊടി. ഇതും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. നന്നായിട്ട് വഴറ്റാം. എണ്ണ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രശ്നങ്ങൾ വരും. സോ അത് നോക്കിയിട്ട് എണ്ണ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാലും മതി. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല 1 ടീസ്പൂണ് ആഡ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ആണെങ്കിലും മതി. കാരണം നമ്മൾ ആദ്യം കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉള്ളി ആഡ് ചെയ്തത്. അതുകൊണ്ട് മസാലയുടെ ടേസ്റ്റ് കുറവ് മതി എന്നുള്ളവർ 3/4 ടീസ്പൂൺ ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം, അതിൽ കൂടണ്ട. അപ്പോൾ ഞാൻ ഗരം മസാല ആഡ് ചെയ്തു. ഇതും ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാലയാണ്. ആഡ് ചെയ്തിട്ട് ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും. നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഈ സ്റ്റേജിൽ നമുക്കിപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ സ്പൂണിലേക്ക് മാറി ഇളക്കാനുള്ള സൗകര്യത്തിന്. ഇപ്പം നമുക്കിത് ഭയങ്കര വലുതായിട്ട് തോന്നും, മഷ്റൂം നിറയുണ്ട്, മസാല കുറവാണ്. പക്ഷേ അത് വാടി വരുമ്പോൾ അത് നമ്മുടെ കറക്റ്റ് അളവിലേക്ക് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെയും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ മസാലയൊക്കെ ഈ മഷ്റൂമിലൊന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഈ മസാലയ്ക്കകത്തോട്ട് മഷ്റൂം ഇങ്ങനെ പെരണ്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഇതിലേക്ക് ഇങ്ങനെ വരും. നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അതൊരു 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ ആ 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നനവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ സ്റ്റേജിൽ നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം.
അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഇളം ചൂടുവെള്ളമാണ്. നമ്മൾ കുരുമുളകും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചില്ലേ മിക്സിയുടെ ജാറിൽ, അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. സോ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1 ഗ്ലാസ് അളവിൽ 1 കപ്പ് അളവിൽ വെള്ളമാണ്. 1 പാക്കറ്റ് മഷ്റൂമാണിത്. സോ അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർക്കാം. ഇളം ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം. അപ്പോൾ കുരുമുളകൊക്കെ ചതച്ച വെള്ളമാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്ലെയിം മാറ്റിയിട്ടേ ഇല്ല. ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവം വരെ നമ്മളത് വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക ഒരു 3-4 മിനിറ്റ്. അപ്പോഴത്തേക്ക് വെള്ളം ഫുള്ള് വറ്റിക്കോളും. ഇപ്പം നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. മസാല പരുവത്തിലേക്ക് ആയിട്ടില്ല, ഇപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, മഷ്റൂമൊക്കെ ചെറുതായി വന്നു, വാടി വന്നിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി കുറച്ചും കൂടി നന്നായിട്ട് വറ്റണം. വറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിർത്താം. പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ച് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ മസാല നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ നമുക്ക് ഏകദേശം, അതായത് നല്ല തിള വന്ന എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇപ്പോൾ എരിവ് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളക് കീറിയിടാം. അതല്ലെങ്കിൽ ക്രഷ്ഡ് ആയിട്ടുള്ള മുളക്, നമ്മുടെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ, കാരണം സാമാന്യ എരിവുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇനി അതുകൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സ്പൈസി ആയിട്ട് മസാല വേണം എന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏകദേശം കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ആ തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നല്ല അടിപൊളിയായിട്ടുള്ള മഷ്റൂം മസാല റെഡിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, അതല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.